ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ കൂടിയുണ്ട്. ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് അവരിപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത് എന്ന് പറയാൻ വേണ്ടി. അച്യുതൻ, ഈ എക്സിറ്റ് പോളുകളിലൊക്കെ ഇന്ത്യ മുന്നണിക്ക് ഒരു 120 സീറ്റ് ലഭിക്കും എന്ന പ്രവചനങ്ങളാണ് വന്നത്. അപ്പോൾ കൂട്ടിയാൽ കൂടില്ല എന്ന തോന്നൽ പൊതുവെ ഉണ്ടാക്കിയെങ്കിലും എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അത് തള്ളിയിരിക്കുകയാണ് ഞങ്ങൾ, ഇത് BJPയുടെ ഒരു അജണ്ടയാണ് എന്ന് ഇന്ത്യ മുന്നണി പറഞ്ഞു. എങ്കിൽ തന്നെയും പ്രാദേശിക പാർട്ടികളുമായി പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ഈ ഇന്ത്യ മുന്നണിയുടെ ക്യാമ്പിൽ നിന്നുള്ള നീക്കങ്ങൾ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്? വിജയകുമാർ, ക്രിസ്റ്റിന, ഈ എക്സിറ്റ് പോളുകൾ NDAക്ക് ഒരു മുൻതൂക്കം പ്രവചിച്ചെങ്കിലും ഇന്ത്യ മുന്നണി ആ പ്രതീക്ഷ കൈവിടാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. പല നേതാക്കളും ഈ എക്സിറ്റ് പോളുകളെ തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർ അവകാശപ്പെടുന്നത് 295 സീറ്റുകളിൽ കുറഞ്ഞത് വിജയം നേടുമെന്നുള്ള ഒരു അവകാശവാദമാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഇന്ന് സോണിയാഗാന്ധി പ്രതികരിച്ചിരിക്കുന്നതും വിധി കാത്തിരുന്നു കാണാം. ഈ എക്സിറ്റ് പോളുകളിൽ അതിനെതിരായിട്ടുള്ള ഒരു ജനവിധി അത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്നതാണ് സോണിയാഗാന്ധിയും പങ്കുവച്ചിരിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധിയും ഈ എക്സിറ്റ് പോളിനെ തള്ളി രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ട് ആ പ്രവചനങ്ങളെല്ലാം പാടെ നിഷേധിച്ചുകൊണ്ട് ഈ 295 എന്ന അക്കത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ മുന്നണി. കാരണം ഈ അവസാനം ചേർന്ന യോഗത്തിൽ എല്ലാ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തി. ഒപ്പം തന്നെ എക്സിറ്റ് പോൾ പ്രവചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനാവശ്യ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുവാനുമുള്ള നിർദ്ദേശങ്ങളും ഈ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. നാളെ വോട്ട് എടുപ്പ് ദിനമാണ്, ആ ഒരു വോട്ടെണ്ണൽ ദിനമാണ്. ആ ദിനത്തിൽ അതീവ ജാഗ്രത പുലർത്തുവാൻ പാർട്ടി പ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു തരത്തിലും പ്രകോപിതരാകരുത്, അതിനാണ് BJP ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ആ ദിവസം കൈകാര്യം ചെയ്യണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് യോഗത്തിൻ്റെ ഭാഗമായി ഉണ്ടായതും അത് പ്രവർത്തകർക്ക് ആ നിർദ്ദേശങ്ങൾ കൈമാറിയതും. ഇന്നലെ AICCയിൽ കോൺഗ്രസും സ്ഥാനാർത്ഥികളുടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. ആ ഓൺലൈൻ മീറ്റിംഗിൽ പ്രധാനമായി സ്ഥാനാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ മുന്നണി അവകാശപ്പെടുന്നത് ഈ ഗ്രൗണ്ട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 295 സീറ്റുകൾ ലഭിക്കുമെന്ന് തങ്ങൾ അവകാശപ്പെടുന്നത്. അത് ഓരോരോ പാർട്ടി പ്രദേശത്തെയും നേതാക്കളുമായി സംസാരിച്ച് അവരിൽ നിന്നൊക്കെ ജനങ്ങളുടെ അഭിപ്രായം തേടിയ ശേഷമാണ് തങ്ങൾ ഈ സംഖ്യയിലേക്ക് എത്തിയതെന്നുള്ളതാണ് ഇന്ത്യ മുന്നണി അന്ന് യോഗത്തിന് ശേഷം അറിയിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴും പല തിരിച്ചടികൾ നേരിട്ട ഘട്ടം ഇന്ത്യ മുന്നണിക്കുണ്ടായിരുന്നു. നിതീഷ് കുമാറിൻ്റെ കൂറുമാറ്റം, മമത പുറത്തുനിന്ന് പിന്തുണ നൽകുമെന്നുള്ള മമതയുടെ പ്രതികരണമടക്കം ഒരു ഘട്ടത്തിൽ മങ്ങലേൽപ്പിച്ചിരുന്നു. പക്ഷേ അതിനെ മറികടക്കാൻ കഴിയും എന്നുള്ള ഒരു നിലപാട് അത് ഇന്ത്യ മുന്നണി സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും അതെല്ലാ തരത്തിലും ഈ പറഞ്ഞുള്ള നാളത്തെ ദിനത്തെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. അതിനിടയിലാണ് ഈ പ്രാദേശിക പാർട്ടികളുമായി ചില തരത്തിലുള്ള ആശയവിനിമയങ്ങൾ പല നേതാക്കളും നടത്തുന്നതായുള്ള വിവരങ്ങൾ കൂടി. ശരി അച്യുതൻ, എന്തായാലും ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹിന്ദുസ്ഥാൻ ടൈംസ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്, അവർ പറയുകയാണ് ഇതൊരു പൊളിറ്റിക്കൽ ഇവന്റ് ആക്കി BJP മാറ്റാൻ ആഗ്രഹിക്കുന്നു. അത് ജൂൺ 9-നായിരിക്കാം ആ ഇവന്റ് നടക്കുക. ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ സംഘടിപ്പിക്കുന്നു. ഭാരത് മണ്ഡപം അല്ലെങ്കിൽ കർത്തവ്യ പഥ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും അത് നടക്കുക. 8,000 മുതൽ 10,000 വരെ ആളുകൾ അതിൽ പങ്കെടുക്കും. വിദേശ പ്രതിനിധികളെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നൊരു മുതിർന്ന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനെ കോട്ട് ചെയ്തിട്ടാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് അന്തിമ രൂപം നൽകുന്നത് BJP നേതാക്കളും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്നാണ് എന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് BJP കടക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യ മുന്നണി ഈ പ്രാദേശിക പാർട്ടികളെ പരമാവധി ചേർത്ത് ഈ എക്സിറ്റ് പോളുകൾക്ക് അപ്പുറത്തേക്കുള്ള ഫല സൂചന ഉണ്ടാകും അല്ലെങ്കിൽ ഫലമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ വിധി ദിനം കുറെ കൂടി സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കും എന്നാണ് ഇന്ത്യ മുന്നണി കരുതുന്നത്. കാത്തിരിക്കാം നമുക്ക്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.